find the one, you should never give her up. I think it's the way life. Hi guys, welcome back to my channel. ഞാൻ ഇന്നിവിടെ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 1/2 kg പൊട്ടാറ്റോ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാൾട്ട്, പൊട്ടാറ്റോ വെച്ച പാത്രത്തിലേക്ക് 3/4 ഭാഗം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടാറ്റോ നല്ലോണം വേവണം. ഇനി ഈ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. 1 ഗ്ലാസ് ബാസ്മതി റൈസ് കുതിർത്ത് വെച്ചത്. ഇനി ഇത് അരച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അരി അരച്ചിട്ടുണ്ട്. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, 1 കപ്പ് കടലപ്പൊടി, 1 മുട്ട. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് പൊട്ടാറ്റോസിൻ്റെ തൊലി കളഞ്ഞ് കൊടുക്കാം. ഇനി നമ്മൾക്ക് പൊട്ടാറ്റോസ് ഗ്രേറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, കറിവേപ്പില, 6 അല്ലി ഗാർലിക്, 6 പച്ചമുളക്, 2 വലിയ ഉള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് കായപ്പൊടി, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് മല്ലിയില. ഇനി ഇത് ബോളാക്കി മാറ്റാം. ടേസ്റ്റ് ഉള്ള ബോണ്ടാസ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.